So, what is the way or which path to take after പ്ലസ് ടു? എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ജോബിന് കയറണോ അതോ ഒരു കോഴ്സിന് കയറണോ അതോ വല്ല ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണോ, എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്നുള്ള കുറേ ആൾക്കാർക്ക് ഡൗട്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറാണോ അല്ലെങ്കിൽ ഒരു ലോയറാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഈ നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ച എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഡിഗ്രി ഓർ യു ക്യാൻ പെർസ്യൂ നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ MBBS അല്ലെങ്കിൽ നിങ്ങൾ ഏതാ വേണ്ടേ ആ ഫീൽഡിലേക്ക് ചിലപ്പോൾ കമ്പൽസറി ആയിരിക്കും ആ ഒരു എഡ്യൂക്കേഷൻ, ലൈക്ക് അഡ്വക്കേറ്റ്, ഡോക്ടർ. ആ സിറ്റുവേഷനിലാണെങ്കിൽ യുവർ എക്സെപ്ഷൻ, യു ക്യാൻ ഗോ ഫോർ ടേക്കിംഗ് എ ഡിഗ്രി. അല്ലാത്തവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് എന്താ ചെയ്യേണ്ട ഐഡിയ ഇല്ല, ട്രൈ ഔട്ട് ചെയ്യാം, അത് ട്രൈ ഔട്ട് ചെയ്യാം, അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ആണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ യു ഷുഡ് start doing a job, or you can start to do freelancing. നിങ്ങൾ ഒരു ഫ്രീലാൻസ് ചെയ്യുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ സെയിൽ ക്ലോസ് ചെയ്യുന്നത്, നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. അതുപോലെ നീ ഒരു പണിക്ക് കയറുമ്പോൾ എല്ലാം ഫ്രം എ ടു സെറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നിങ്ങളായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്ക് മേ ബി ഒന്നിനും സപ്പോർട്ടായിട്ട് ആരും ഉണ്ടാവണമെന്നില്ല. കോളേജിലാകുമ്പോൾ നിങ്ങൾ ലീവ് എടുത്താൽ നിങ്ങളെ വിളിക്കാൻ നിങ്ങളുടെ അടുത്തായിരിക്കില്ല കംപ്ലൈൻറ്റ് പോവുക, നേരെ പാരൻസിൻ്റെ അടുത്ത് പോകും, അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ബട്ട് വെൻ യു ആർ ഇൻ എ കമ്പനി വർക്കിംഗ് ആസ് എ പ്രൊഫഷണൽ, either startup or MNC, you will have responsibility on your shoulders. അത് നിങ്ങളെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കും, നിങ്ങളെ കുറേ റെസ്പോൺസിബിൾ ആക്കും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും, നിങ്ങളൊരു ലീഡറാക്കും. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കോളേജിൽ പോയാലോ അല്ലെങ്കിൽ ഒരു കോഴ്സിന് പോയാലോ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ institution and the course and many things. So കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടായിരിക്കും ഇപ്പോൾ എന്ത് പഠിക്കണം. ചിലർക്ക് ആദ്യം നിങ്ങളുടെ എയിം എന്താണെന്ന്, നിങ്ങളുടെ ഗോൾ എന്താ, നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഒരു ഗോളില്ലാണ്ട് നമുക്ക് ചിലപ്പോൾ നല്ല ടൂൾസ് ഉണ്ടാവും നമ്മുടെ ചിലപ്പോൾ നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടാവും, പക്ഷെ അതെല്ലാം നമുക്ക് പോർട്രേ ചെയ്യണമെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും നമുക്കിത് പുറത്തെടുക്കണമെങ്കിൽ യു ഷുഡ് ബി ഫോക്കസ്ഡ്. നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവണം. നമുക്കൊരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലൊരു അമ്പുണ്ട്, ഒരു വില്ലുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് കാണിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു എയിം വേണ്ടേ, ഒരു ടാർഗറ്റ് വേണ്ടേ. ചിലപ്പോൾ അതൊരു മരമായിരിക്കാം, ചിലപ്പോൾ അത് ദൂരെയുള്ളൊരു പാറയായിരിക്കാം, ചിലപ്പോൾ അതൊരു അടുത്തുള്ളൊരു മൃഗമായിരിക്കാം. നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രൂഫ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്, വിച്ച് വിൽ ബിൽഡ് കോൺഫിഡൻസ് ലേറ്റർ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. അപ്പോൾ സ്കിൽസ് and goals are very important. എന്ത് സ്കില്ല് പഠിക്കണം. അപ്പോൾ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക, അത് നിങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് സെറ്റ് ചെയ്യുക, അതനുസരിച്ച് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. അപ്പോൾ ഗോൾ നമ്പർ 1, സെറ്റ് യുവർ ഗോൾ. പിന്നെ സ്കിൽസ് നമുക്കിവിടെ എന്ത് സ്കില്ലും പഠിക്കാം എന്നല്ല. ഹൈ ഇൻകം സ്കിൽ, 2 തരം സ്കില്ലുണ്ട്. ഹൈ ഇൻകം സ്കില്ലുണ്ട്, ലോ ഇൻകം സ്കില്ലുണ്ട്. ഹൈ ഇൻകം സ്കില്ലിന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ കമ്പാരിറ്റീവ്ലി പാടായിരിക്കും,
പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് എളുപ്പമായിരിക്കും. ബാക്കി അങ്ങോട്ട് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് ലെവറേജ്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഇപ്പോൾ നമുക്ക് ലീനിയർ ആയിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് 2x ആയിട്ട് ഗ്രോ ചെയ്യും, നേരെ പോകും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ലെവറേജ്. നമ്മൾ ചെയ്യുന്ന സെയിം എമൗണ്ട് ഓഫ് വർക്കിന് നമുക്ക് 2x മേ ബി 10x ഔട്ട്പുട്ട് കിട്ടും, റിസൾട്ട്സ് കിട്ടും. അതിനാണ് ലെവറേജ് എന്ന് പറയുക. അപ്പോൾ ഈ ലെവറേജ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഹൈ ഇൻകം സ്കിൽ വേണം. ഓക്കെ, അപ്പോൾ in 2025 if you're working and developing a skill, make sure you leverage from it. You have leverage. പിന്നെ ലോങ്ങിങ് സ്കിൽ, അത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം AI വരാൻ പോവാണ്, അതാണ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈസി ജോബ്സ് എല്ലാം ഇപ്പോഴേ AI ചെയ്തു തുടങ്ങി. ഈവൻ നമ്മൾ കമ്പാരിറ്റീവ്ലി ഹാർഡായി കാണുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരെ നമുക്ക് അറിയാം. AI യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ, ഇറ്റ്സ് എ ടൂൾ. അത് നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ യൂസ് ചെയ്യാത്തവർ അത് മറികടക്കും. കാരണം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല, നമ്മളിപ്പോൾ ലേൺ ചെയ്യുന്നില്ല, ഗ്രോ ചെയ്യുന്നില്ല. AI എന്താ ചെയ്യുന്നത്? നമ്മളിലൂടെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലൂടെ അത് ഓരോ ദിവസവും ലേൺ ചെയ്തുകൊണ്ടിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾവേസ് ലേൺ. നമ്പർ 1, സെറ്റ് യുവർ ഗോൾ. നമ്പർ 2, understand the skill sets required for your goals and learn. Number 3 is learn. ആ സ്റ്റാക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, പഠിക്കുക. അതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എപ്പോഴും. പിന്നെ ഏൺ, എന്നിട്ടാണ് നമ്മൾ ഏൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ലേൺ ദെൻ ഏൺ. യാ, സോ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നിങ്ങൾക്ക് എന്താ വേണ്ടേ? വാട്ട്സ് യുവർ പേർപ്പസ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം? അല്ലെങ്കിൽ if your outcome is just money, just learn any skill that you find interesting, any high income skill, and start applying and start learning more about it and start earning. So simple ആണ്, 4-step process ആണ്. I think you can do it. All the best.